നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്കെല്ലാം പിന്നെ ആദ്യത്തെ സ്കിറ്റ് തുടങ്ങിയേക്കാം അല്ലേ? നമ്മുടെ സജിച്ചേട്ടനുണ്ട്, ദീപ്തിയുണ്ട്, ഇവരുടെ കൂടെ അനീഷ് പാപ്പല്. നല്ല കൈഡി. ഓ അപ്പൊ എന്നെ കൊണ്ടോണ്ട് കാന്താര സിനിമ കാണാൻ പോയല്ലേ? കാന്താരല്ല, രാവിലെ പഴങ്കഞ്ഞേരി കൂട്ടത്തിൽ നീ കാന്താരിമുളക് കളക്ടറില്ലേ, അതിന്റെ നീറ്റലാണ്. ഓ അടിച്ചു വരട്ടെന്ന്. എന്തൊരു കഷ്ടമാണെന്നോ. വിളിക്കുമ്പോ തുടങ്ങണ പണിയാണ്. കുടുംബത്തിരുന്ന് പണിയെടുത്ത് ചത്ത് വാക്കള്. ഞാനിവിടെ അടിച്ചു വരണ്ടില്ല, മാറി കേട്ടെ, ഞാൻ അടിക്കട്ടെന്ന്. ചേടാ, ഇതെന്തൊരു കഷ്ടം ഇത്. ഒരു സ്ഥലത്ത് അടിച്ചു മാറി കൂട്ടുമ്പോ അടുത്ത സ്ഥലത്തേക്ക് പോകും. നേരം വെളുത്ത കുറിന്നോട്ട് തുണി മാറി നിക്കണേ. ഇങ്ങോട്ട് മാറി, ഞാൻ അടിക്കണേ. ഇതെന്താ പരിപാടി ഇത്? എന്താ നിന്റെ വിഷയം? എന്താ കണക്ക്? കണക്ക് ഇതൊരു കണക്കിന് പോകത്തില്ല. എനിക്ക് മനസ്സിലായി. മനഃപൂർവ്വം നീ എന്തോ വിഷയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടി. ഞാനാണ് വിഷയം ഉണ്ടാക്കണ. നിങ്ങളെ കാലത്തെ ഈ കുറിയും തൊട്ട് തുണിയും മാറി കഞ്ഞിയും കുടിച്ച് കാന്താരി നിന്ന് ഇവിടെ ഇരിക്കണ എന്ത് കാര്യത്തിനാ? എവിടെ പോവാനാ? ഞാന് പുറത്തോട്ട് പോവാൻ. ആരുടെ കൂടെ? എന്റെ കൂട്ടുകാരനെ കാണാൻ പോണോ? എന്ത് കുഴപ്പം? ജേഷ് കുട്ടച്ചന്റെ കൂടെ ഇറങ്ങാൻ പോവാൻ വേണ്ടി നിക്കണേ. കാലത്തെ ഒരുങ്ങി കെട്ടി കുട്ടച്ചന്റെ കൂട്ടത്ത് പോയാ എന്താണ് കുഴപ്പം? എപ്പോ നോക്കിയാലും ഒരു കുട്ടച്ചൻ കുട്ടച്ചൻ കുട്ടച്ചൻ. ഇവ മാത്രമല്ല നിങ്ങൾക്ക്. ഞാനില്ലേ നിങ്ങളുടെ ജീവിതത്തില്? നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് നോക്കുന്നില്ലേ? എന്നിട്ട് ഞാൻ എന്റെ കൂട്ടുകാരൻ്റെ കൂട്ടത്ത് പോയാ എന്താ കുഴപ്പം? കുഴപ്പമെന്നാ ചേട്ടാ? പിന്നെ ഞാൻ എന്തിനാണ്? നിങ്ങൾ കേക്ക്, എല്ലാരും കേക്ക്. ഒരു കടയിൽ പോണമെങ്കിൽ കുട്ടച്ചൻ വേണം, ഒരു സിനിമക്ക് പോണമെങ്കിൽ കുട്ടച്ചൻ വേണം, ഒരു അമ്പലത്തിൽ പോണമെങ്കിൽ കുട്ടച്ചൻ വേണം. ചേട്ടന്റെ വണ്ടിയുടെ പുറകിലിരുന്ന് ഞാൻ വന്ന എന്താ ചേട്ടാ കുഴപ്പം? വണ്ടിയുടെ പുറകിൽ വെച്ചോണ്ട് പോകാൻ നമ്പർ പ്ലേറ്റ് അല്ലേ നീ? ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ സിനിമയ്ക്ക് പോകുമ്പോൾ കുട്ടച്ചനായിട്ട് പോകുമ്പോൾ വേറൊരു വൈബാണ്. ഞാനായിട്ട് പോകുമ്പോ എന്താ കുഴപ്പം? അതൊരുമാതിരി തള്ള വൈബാണ്. എങ്ങനെയെങ്കിലും തീർന്നാ മതി. പുല്ല് ഇറങ്ങി പോരാൻ തോന്നുന്നു. അതെ, പൊടിച്ചു വന്ന വീടായത് നിങ്ങൾക്ക് അറിയാമോ? കൈ കിട്ടുമോ? എന്തിന്റെ? അല്ല, പൊടിച്ചു വന്ന വീടാണെന്ന് പറഞ്ഞു. അതല്ല, പൊടിച്ചായ ഞാൻ കല്യാണം കഴിച്ചു വന്ന വീടാണ്. എന്റെ പൊന്നു മുടിച്ച്, നീ മുടിച്ചാണ്. നിങ്ങൾ എന്തൊക്കെ ചേട്ടാ പറഞ്ഞ? പൊടിച്ചിന്ന് എന്റെ അച്ഛനും എന്നെ വീട്ടിൽ വിളിക്കണ വരെ നിങ്ങൾ അത് വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്റെ പേര് വിളിച്ചാ മതി. എന്ത് പേര്? ശുഭ. നീ ശുഭയല്ല, ശുഭം. നീ വന്നു കയറിയത് എന്റെ ജീവിതം ശുഭം. എല്ലാം നശിച്ച് തകർന്നു. നിന്നെ ഞാൻ ശുഭം എന്ന് വിളിക്കത്തില്ല. വിളിക്കൂലേ? വിളിക്കത്തില്ല. അത് വിട്. നിങ്ങൾ ആ ജേഷ് കുട്ടച്ചനായിട്ട് എന്തോരം യാത്ര പോണുണ്ട്. അതിന് എന്നെയും കൂട്ടി ഒരു യാത്ര പോകാൻ പാടില്ലേ? ഓക്കെ, നിന്നെയും കൊണ്ട് ഞാനൊരു യാത്ര പോണെന്ന് വെച്ചോ. നിന്റെ പേരെന്താണ്? ശുഭ. ആൾക്കാർ പറയും ശുഭയാത്ര പോകണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെയും കൊണ്ടുപോകുമ്പോ ശുഭയാത്രയല്ല, അത് അശുഭയാത്രയാണ്. ചേട്ടാ, നിങ്ങൾക്ക് എന്നോട് ഒരു ഇതുമില്ല. വന്നിട്ടും പോട്ടെ, ഇങ്ങനെ ഒരു കൂട്ടുകാർ ഭ്രാന്തൻ ഞാൻ കണ്ടിട്ടില്ല. എന്റെ കുടുംബത്തെ പോലെ ഇങ്ങനെ ഒരുത്തരാ. നീ നിന്റെ കുടുംബം ശരിയല്ലേ? എന്റെ കുടുംബം ശരിയല്ലെന്നാ? എന്റെ കുടുംബത്തിനെ പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത? എന്നെ പറഞ്ഞാൽ ഞാൻ കേട്ട് നിൽക്കും സഹിച്ചേട്ടാ. എന്റെ കുടുംബത്തിനെ പറയാൻ സഹിക്കൂല. എന്റെ അച്ഛന്റെ 7 എഴുത്ത് വരെ എന്ത് ഇതുണ്ട് നിങ്ങക്ക്? എന്റെ അച്ഛന്റെ ഭയങ്കര നാറ്റമാണ്, ആളെ തൂത്തുന്നത്. 7 അകത്ത് വരാൻ പറ്റില്ലെന്ന്. ഫാക്ടറിയാണ് എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ നല്ല അധ്വാനിക്കുന്ന ഒരു കൃഷിക്കാരനാണ്. ഞങ്ങൾ 9 മക്കളുണ്ട്. അയ്യേ, അതായിരുന്നാ പുള്ളിയുടെ കൃഷി? ഞങ്ങൾ 9 മക്കൾക്കും വേണ്ടി എന്റെ അച്ഛൻ 1 ഏക്കർ വസ്തു ലക്ഷങ്ങൾ മുടക്കി അവിടെ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര മക്കളുണ്ടെന്ന് പറഞ്ഞു? 9. എന്റെ അഭിപ്രായത്തിൽ പുള്ളി ചെയ്തത് തെറ്റാണെന്നാണ്. പരാജയപ്പെട്ടു. എന്ത്? എന്റെ അച്ഛൻ നല്ല അന്തസ്സോടുകൂടി ചെയ്തു വെച്ചെങ്ങനെയാണ്? അയ്യടി, 9 വാട ഇടാൻ വേണ്ടിട്ട് എന്തിനാളിയായി? നിങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം. ഞാനുള്ള പറയാ, എനിക്ക് ഒരു സ്ഥാനമില്ല. എല്ലാത്തിനും കൂട്ടുകാരെ. എന്തിനു ചേട്ടാ നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിക്കുന്നത്? ഇതിക്ക് എല്ലാത്തിനും അവൻ മതിയൊക്കെ നിങ്ങൾക്ക് അവനെ കെട്ടി ഇവിടെ കൂടെ പൊറപ്പിച്ചാ പോരായിരുന്നാ? അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് എല്ലാത്തിനും അവൻ മതി. ഞാൻ വേണ്ട, ഒരു കാര്യം ചെയ്യാം, അവനെ കെട്ടി ഞങ്ങൾ പുറത്തോ ഇവിടെ. ഞാൻ പൊക്കോളാം എന്റെ വീട്ടില്. കുട്ടച്ചനെ കുറിച്ച് അനാവശ്യം പറയും. ഏതൊന്നൊരു കുട്ടച്ച അവനെ കാണട്ടെ. ഞാൻ പോണ എന്റെ വീട്ടിൽ. നിങ്ങൾ കുട്ടച്ചനെ കെട്ടി കോഴി ശുഭ. പിന്നല്ലാതെ ഈ ഏരിയയിലെ കോടികൾ ഉണരുന്നതിന് മുമ്പേ പോലും ഇവൾ ഉണരും. എന്നിട്ട് ഈ വീട്ടിൽ കിടന്ന് കാറി ആൾക്കാരെ മൊത്തം ഉണർത്തും. ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ, ഇവിടുത്തെ പൂവൻകോടികളെല്ലാം കൂടെ ചേർന്ന് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അവരുടെ ജോലി സ്വാതന്ത്ര്യം നീ നഷ്ടപ്പെടുത്തുന്നു. വെളിയിലോട്ട് ഇറങ്ങി ചെലടി, പൂവൻകോടി നിന്നെ കൊത്തും. അയ്യോ, കുട്ടച്ചൻ ഭയങ്കര പുണ്യാളച്ചനാണല്ലോ. സംസാരിച്ച ശരിയാവില്ല. സംസാരിച്ചിട്ട് കാര്യം. ഞാൻ എന്റെ വീട്ടിൽ പോകാൻ നിങ്ങൾ കുട്ടച്ചനെ കെട്ടി പുറത്തോ? മതിയായി, മടുത്ത് വാക്കളവന്. ഓടി എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. ഒരു സമാധാനം തരില്ല.
നീ മൊബൈലിൽ ഒരു സാധനം മേടിക്കാൻ വാട്സപ്പിൽ അയച്ചു സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. വിളിച്ചിട്ട് കിട്ടണ്ടല്ലേ? കിടന്ന് ആ അതൊന്നും പറയണ്ട. രവിയണ്ണന്റെ ഹോട്ടലില്ലേ, ആ ഹോട്ടലിൽ അയാളെ മോന് ഞാനൊരു ചെറിയൊരു ചകട അഴുക്ക ചെറുക്കനാണ്. അഴിക്ക ചെറുക്കായി അടിക്കായി ഇങ്ങനെ ഓങ്ങി വന്നതും എനിക്ക് രവിയണ്ണന്റെ മുഖം ഇനി ഓർമ്മ വന്നു. രവിയണ്ണൻ എനിക്ക് അറിയാം, അതുകൊണ്ട് അവൻ അടിച്ചില്ല. പക്ഷെ അവൻ നിന്നെ അടിച്ചെന്നാണല്ലോ ഞാൻ കേട്ടത്. അവന്റെ അവൻ തെറ്റില്ല, കാരണം അവന് എന്റെ അച്ഛനെ അറിയില്ല. അവൻ നിരപരാധിയാണ്. വേഷം മാറ്റോണ്ട് വന്നിരിക്കുകയാണ്. ഇവിടെ വാങ്ങിക്കാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതെന്നറിയാമോ? ഓക്കെ, ഇത് വേണം. ഇത് സമാധാനം ഇല്ലടാ. ഓ പൂജ വല്ലതും ഉണ്ടോ? പൂജയൊന്നും അല്ല. നിന്നെ ഞാൻ കല്യാണം കഴിക്കാം. എടാ ഇന്നൊരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യടാ. എടാ കുറച്ച് നീ എന്റെ ഭാര്യ. അങ്ങനെയല്ലടാ, അങ്ങനെയല്ല കണ്ടത്. അയ്യോ എടാ ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ നിന്ന് പുറത്തോട്ട് കൂട്ടുകാരൻ നമ്മൾ പോകും, സിനിമയ്ക്കൊക്കെ പോവോ, റൈഡിനൊക്കെ പോകൂലേ, കുട്ടച്ഛന്റെ കൂട്ടത്ത് പോണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഭയങ്കര വിഷയോ. അതിന് അവക്ക് കൂട്ടുകാരുടെ ബന്ധം അവക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അവള് പറയാ കല്യാണം കഴിച്ച് ജീവിച്ചോളാൻ. അവക്കൊരു പണി കൊടുത്താലാ? എന്തിന്? അവക്കൊരു പണി കൊടുക്കാന്ന്. അതെന്നെ കൊണ്ട് പറ്റുമോ? നിന്നെ കൊണ്ട് പറ്റത്തുള്ളത്. നീ കുറച്ചു നേരം എന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചാൽ. നാടകത്തിൽ നിറച്ചാർത്ത നാടകത്തിൽ ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്. അത് വീട് നീ ഇത് പിടി. കുഴപ്പമില്ല, കേരളത്തിലാവല്ലേ? കേത്താവ് ഇട്ടോ അവിടെ അല്ലേ എന്റെ കൈ തീർന്ന. കുഴപ്പമില്ലല്ലേ? ചേർന്നുണ്ട്. മുഖത്തെന്തൊരു വിഷമം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മേനെ കാല് വിട്ട് തൊടുകാനൊന്നും പറ്റിയില്ല. അതിന്റെ ചെറിയ ഒരു ഇത് അഭിനയമാണ്. അതെ, അഭിനയമാണ്. അറിയാതെ കളം വരച്ച് കുഴപ്പമില്ലല്ലേ? അവളെ ഒന്ന് കാണിക്കണം, അത്രേ ഉള്ളൂ. അവള് കട്ടൊക്കെ ചെയ്തോളണം. ഓക്കെ. അല്ല മറ്റേ പ്രച്ഛന്നവേഷ മത്സരം വല്ലതും ഉണ്ടോ? നീ പറഞ്ഞ നീ കുട്ടച്ചനെ കെട്ടി അങ്ങ് ജീവിച്ചാൽ നീ പറഞ്ഞായിരുന്ന? ഞാൻ അവനെയും കെട്ടി. നീ വീട്ടിൽ പോണെന്നല്ലേ നീ പറഞ്ഞത്? വീട്ടിൽ പോണെങ്കിൽ പോണെന്ന് പറഞ്ഞാ. അപ്പൊ എന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഒരാൾ വേണ്ടേ? അതുകൊണ്ട് ഞാൻ ഇവനെയും കെട്ടി. ഇനി മുതൽ അവ ഇവിടെ താമസിക്കും. സംസാരിക്കല്ലേ? അജുന് ഒന്നാ ഒരു ചെറുക്കം വീട്ടിലാത്തിയിട്ട് വന്ന് കയറിയ ദിവസമാണ്. ഏട്ടത്തി അമ്മ എന്നെ അനുഗ്രഹിക്കണം. ഒരല്പം നാണം മാനം ഉണ്ടായി. ഒരു നവദമ്പതികൾ വന്ന് നിൽക്കുമ്പോ അതിന്റെ ഇടയിൽ വന്നിരുന്ന പ്രശ്നം ഉണ്ടാക്കും. നിനക്കൊന്ന് കയറി പൊക്കൂടെ? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അവനെ കെട്ടിയത്. ഇനി മുതൽ ഇവ ഇവിടെ താമസിക്കും. എന്റെ കൂടെ ഇവിടെ കഴിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. നമ്മളെ ബെഡ്റൂമിൽ കഴിയും അല്ലേ? അതെ, നമ്മളെ ബെഡ്റൂമിൽ കഴിയും. ഒന്നും കുഴപ്പം ചേട്ടാ. ചായ എടുത്തോണ്ട് പിന്നെ അടുപ്പത്തി വേണോ? ചോക്കോലം ലൈറ്റ് ആയിട്ടിരിക്കട്ടെ. ശരി. മധുരം കുറച്ച് മതിയേ. നിങ്ങൾ എന്താ ഉദ്ദേശം? കാര്യം നിന്നെ കാലം എനിക്ക് ആപ്റ്റ് അവനാ. നിന്നെ കൊണ്ട് ഞാനൊരു സിനിമയ്ക്ക് പോയി, വിഷയാവും. ആ വിഷയം അവിടെ ഇല്ല. ഇവനെയും കൊണ്ട് പോയി കഴിഞ്ഞാ ആരും തോണ്ടൂല. പിന്നെ ഞാൻ പുറത്തൂടെ പോകുമ്പോ ഇവനെയും കൊണ്ട് പുറത്തോട്ട് പോകുന്നു. ഒരാണുങ്ങളും കമന്റ് അടിക്കൂല, കണ്ണ് വെക്കത്തില്ല, കണ്ണിറുക്കത്തില്ല, ഒന്നും പറയത്തില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയും കൊണ്ട് ഞാനിപ്പോ ഇങ്ങനെ റോട്ടേ പോവുകയാണ്. ഒരുത്ത എന്നെ ഞങ്ങൾ ആക്രമിക്കാം, നീ ഞാനുമായിട്ട് പോകുമ്പോ ആക്രമിക്കാൻ വന്ന നീ എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ അടി കൊള്ളട്ടെ എന്ന്. പക്ഷെ അവനല്ല, അവൻ അങ്ങനെയല്ല. അവൻ ഫ്രണ്ടിൽ നിന്ന് അവനെ കാൽവാരി തൂക്കിയെടുത്ത് തറയിൽ അടിച്ചിട്ട് എന്നെ നോക്കും. ഞാൻ ഒന്ന് വീണ് പോയാൽ അവനത് മേക്കപ്പ് ചെയ്യും. അതറിയാം എനിക്ക്. ഞാൻ കണ്ണാടി കൂടെ കണ്ട് എന്റെ തലക്കയിരുന്ന് ലിഫ്റ്റിക്ക് ഇടുന്നത്. ആ മേക്കപ്പ് അല്ല ഞാൻ പറഞ്ഞു. ഞാൻ ജീവിതത്തിന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടാ. നീ പൊക്ക ശരിയാ. ഞാൻ ഒരു കാര്യം, നിനക്കാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ്, ലിപ്സ്റ്റിക്, ഡ്രസ്, നൈറ്റ്, ചുരിദാർ, ലെഗിൻസ്, ലാച്ച, കൂച്ച, അങ്ങനെ ഉള്ള ഡ്രസ് അത്രയും വേണം. നിനക്ക് വേറെ കാര്യം അറിയാ? ഒരു കൈലി മുണ്ടും ഒരു കെട്ട് ബീഡിയും കൂടെ വന്നു. നീ ചുമ്മാ പോയേ. നീ അവൻ കൂടെ ജീവിക്കും. നീ ശല്യപ്പെടുത്ത ഞങ്ങൾ എത്ര പിള്ളേർ വേണമെന്ന് വരെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു.
കാണിച്ചുതരാം ഞാൻ. എന്താ കാണിക്കാതിരിക്കും? ഞാൻ ആരാ, ഈ ശുഭ ആരാന്നുള്ളത് നിങ്ങൾ അറിയാൻ പോണേള്. പാടി. ഞാൻ കാണിച്ചുതരാം, തന്നെ കാണിച്ചുതരാം ഞാൻ. പോടി ഇങ്ങത്ര കണ്ടത് പേടിച്ച് കേട്ടാ, സംഭവം പേടിച്ച്. നിൽക്കുന്നു തീരത്തെ മന്ദ കൈവിട്ട് പോയാ ദൈവം. കാപ്പി തപ്പി റമ്മ് പകുതി അടിച്ചിട്ട് ബാക്കി തരണം. ലവ്ലീസിപ്പാ ടച്ചിങ് ഇല്ലേ? ഈശ്വരോ, ഇത് ഏത് വാക്കുകളെല്ലാം അപ്പടി മുഷിഞ്ഞു കേട്ടോ. ചോദിക്കുക സംഭവം ഏറ്റിട്ടുണ്ട്. ഞാനേ കൂട്ടുകാരോടൊത്ത് പുറത്തു പോകുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ? പോയി അടിച്ചു പൊളിച്ചിട്ട് വട കള്ള. ഞാനേ സെക്കൻഡ് ഷോയ്ക്ക് കൂട്ടുകാരോട്ടത്ത് പോകുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ? തേർഡ് ഷോ കഴിഞ്ഞിട്ട് വന്നാ മതിയുടെ കുട്ട. ഞാൻ കൂട്ടുകാരോട്ടത്ത് 2 എണ്ണം അടിക്കുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ? അടിച്ച് പിരിന്ന് ഇഴഞ്ഞടിഞ്ഞ് വട കള്ള. പക്ഷേ ഇവിടെ ചിലർക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ചേട്ടാ പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, കൂട്ടുകാരോട് പോകുന്നുള്ള കൊള്ളാം. ഒരൊറ്റ ആണുങ്ങളെ മുഖത്ത് നോക്കരുത്. എനിക്കത് ഇഷ്ടമില്ല. ഈ മൊബൈലിലെ കോണ്ടാക്ട്സിലെ എല്ലാ ആണുങ്ങളെ നമ്പർ എടുത്ത് മാറ്റിക്കൊള്ളാം. ഞാൻ മൊബൈലിൽ പരിശോധിക്കും ഇട്ടോ. അവളില്ല. ഏവളില്ല? അവളിവിടെ ഇല്ല. അവള് വരുമ്പോ അഭിനയിച്ചാൽ മതി. എന്തൊരു അഭിനയം? സംഭവം കൊഴുക്കുന്നുണ്ട്. സൂപ്പർ. പടക്കട്ടെ, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ജീവിതം ഓർമ്മ വേണ്ട ചേട്ടാ. കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വേണം. ഏത് കഥാപാത്രം? നിങ്ങൾ എന്തായി പറയുന്നത്? ഒരു ഉത്തരവാദിത്തം വേണ്ട ചേട്ടാ. പോയി കഴിഞ്ഞാൽ എത്ര ആണുങ്ങൾ നോക്കും? അവൾ അടിച്ചിറക്കൂടെ? ഏവൾ അടിച്ചിറക്കുമെന്ന് അജീഷേ ഇടേ കഥാപാത്രം കയറി ഇറങ്ങിപ്പോവാൻ പാടേ. തലയിൽ അടിച്ചിറക്കി വിടും. ഇല്ല ഏറ്റിട്ടുണ്ട്, സംഭവം ഏറ്റിട്ടുണ്ട്. വരുന്നുണ്ട്. പൊളിക്കാനാണ് എങ്ങനെയാണ് സംഭവം കഴിഞ്ഞ് അവൾ പേടിച്ചു കഴിഞ്ഞ് ആയിക്കും. മതിയായി. അല്ല നിങ്ങൾ എന്തായാലും ഇവനെ കെട്ടി ഇവിടെ പൊറുക്കാൻ പോണേണല്ലോ. അല്ല ഇവനെ കെട്ടി ഇവിടെ പൊറുക്കുമ്പോഴേ ഞാനിവിടെ നിന്ന് നാട്ടുകാർ പറയേ ഞാൻ 2 കെട്ടിയന്മാരായിട്ട് ഇവിടെ കിടക്കണേന്ന് പറയും. എനിക്ക് ഞാൻ പോണേണ് എന്റെ കുടുംബത്തോട്ട്. എവിടെ പോണ നീ? എന്റെ കൂട്ടുകാരി കാർത്തികേന ഞാൻ നാളെ കാലത്ത് 5 പേരൊക്കെ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കും. നിങ്ങൾ രണ്ടുപേരും മന്നെ അനുഗ്രഹിക്കും. അല്ല നിങ്ങൾക്ക് ഇവരെ കിട്ടാൻ എനിക്ക് കാർത്തികനെ കിട്ടാം. എന്താ നാണില്ലാത്തവരെ നിനക്ക് നാണം ഉണ്ടാടാ. അന്നൊന്നും കുടുംബമായിട്ട് ജീവിച്ച ചേട്ടാ. ആതിരല്ല, കാർത്തിക. എന്റെ കൂടെ പഠിച്ച കാർത്തിക. എന്താ ആ കയ്യേന്ന് വിട്. ശുഭയുടെ കൈ പിടിക്കാൻ ഇനി പറ്റൂല. ശുഭ കാർത്തിക കാലെ പിടിക്കണ്ട. എന്താണ്? അതായത് നീ ഇങ്ങനെയൊക്കെ എപ്പോഴും കുട്ടച്ചനെ കെട്ടെന്ന് പറഞ്ഞൊരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അറിഞ്ഞതാ പറഞ്ഞുകൊണ്ട് ഞങ്ങളൊന്ന് നിന്നെ മുമ്പ് കിടന്ന് നാടകം കളിച്ചതാടി. പിന്നല്ലാതെ കൂട്ടുകാരന്മാർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചേച്ചി ഒന്ന് ആലോചിച്ചൊക്കെ. ഞാൻ ഇപ്പൊ കാണിച്ച ഇതുപോലുള്ള വേലത്തരങ്ങൾ ലോകത്ത് ആരെങ്കിലും കാണിക്കോ? ഇല്ല. അപ്പൊ കൂട്ടുകാരന്മാർക്ക് വേണ്ടി നമ്മൾ ചങ്ക് പറിച്ചു കൊടുക്കും. അതാണ് ആണുങ്ങൾ. മനസ്സിലാക്കണം. അത് നിനക്ക് മനസ്സിലായില്ലല്ലേ? എടി കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വൈബാണ്. വേറൊരു ആ ബന്ധത്തിന് വേറൊരു പവിത്രതയുണ്ട്. നീ അത് ഇനിയെങ്കിലും മനസ്സിലാക്ക്. ഒരു കൂട്ടുകാരൻ വേറൊരു ആത്മാർത്ഥമുള്ള കൂട്ടുകാരെ നശിപ്പിക്കാൻ നോക്കത്തില്ല. എനിക്ക് മനസ്സിലായില്ലടാ സത്യമായിട്ട്. ഇപ്പൊ മനസ്സിലായ? ഇപ്പൊ മനസ്സിലായി. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായടാ? മനസ്സിലായല്ലോ. വലിയ ഉപകാരം കേട്ടാ. നീ എന്നെ ചതിക്കോ? ഞാൻ കുറെ ദേഷ്യപ്പെട്ടല്ലേ, സോറി ഇട്ട സങ്കടം. ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ എല്ലാ ജീവിതത്തിലും ഉണ്ടാവും. നാടകം കളിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യും. കാര്യം മനസ്സിലായല്ലോ. പിന്നെ വേണം നമുക്കൊന്ന് പുറത്തോട്ട് ചേട്ടാ. ഞങ്ങളെ ഒന്ന് പുറത്ത് എന്തായാലും പോയിട്ട് വരാം. പുറത്തോട്ട് പോകണം. രണ്ടുപേരും കൂടി പുറത്തോട്ട് പോകണൊക്കെ കൊള്ളാം. പുറത്തു പോയി കള്ളം കുടിച്ച് വെളിവിലാണ്ട് 4 കാലയിലും ഇങ്ങോട്ട് വന്നു കയറി എന്നെ പിതമാറും. ഞാൻ പറഞ്ഞേക്കാം. ഇവള് മാറുന്നു ഒരു കാലത്തും നന്നാവത്തില്ല. എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഇത് നമ്മൾ സമർപ്പിക്കുന്ന ഒരു നല്ല കൈഡി. വിജയ് ചേട്ടാ. അനീഷേ, സജി, ദീപ്തി പൊളിച്ചടുക്കി കളഞ്ഞതാ. ഉഗ്ര സ്കിറ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാ. നമ്മള് പല പണികളും എടുത്ത് നമ്മളെ വീട്ടുകാരെ പറ്റിക്കാറുണ്ട്, വൈഫിനായാലും അമ്മനെ അച്ഛനായാലും. പക്ഷെ ഇങ്ങനെ ആണുങ്ങളും കൂട്ടുകാരന്മാരും തമ്മിൽ കല്യാണം കഴിച്ച് മാലയൊക്കെ ഇട്ട് ഇങ്ങനെ ബൊക്കയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ഒരിക്കലും നമുക്ക് തന്നെ ഒരു നാണമാവത്. പക്ഷേ അതിലേക്കുള്ള വരവ് വരണമെങ്കിൽ ദീപ്തിയുടെ ആ ഒരു പെർഫോമൻസ്
കിടിലനായിരുന്നു കേട്ടോ. താങ്ക് യു. നമ്മുടെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു തോട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു നമ്മുടെ ഒരു പ്രകടനം വേണമായിരുന്നു. അത് ഉഗ്രനായിട്ട് തന്നെ ദീപ്തി ചെയ്തിട്ടാ. നല്ല ഹൈ റേഞ്ച്, 3 പേർക്കും റേഞ്ച് ഭയങ്കരമായിരുന്നു. അവസാനം വരെ 3ഉം ഒരേ ലെവലിൽ 100 എന്നാണ് നിങ്ങൾ 3 പേരും കളിച്ചത്. അതുപോലെ ഇതിന്റെ കണ്ടന്റ് സൂപ്പർ സാധനം ഉണ്ടാ. എന്താ അടിക്കും മറുകടി എന്ന് പറഞ്ഞിട്ടല്ലേ ഇതിന്റെ ക്ലൈമാക്സ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും നമ്മളൊക്കെ ഉദ്ദേശിച്ചാലും വലുതാണ് ഈ പെണ്ണുമ്പോളേട്ടാ. കാരണം ഇവര് ഒരിക്കലും ഞാൻ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, ഇനി നമ്മളെ ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുമെന്നാണ് കരുതിയത്. പക്ഷെ ഇവര് രണ്ടാമതൊരു പെണ്ണിനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ കാല് പിടിച്ചിട്ടും ശരിയാവുന്നില്ല. അവസാനം പെണ്ണ് അങ്ങനെയൊക്കെ വന്നാലും നമ്മുടെ സംരക്ഷക്ക് അവർക്കൊരു സ്നേഹം കിട്ടുന്നില്ല എന്ന് കരുതിയിട്ടായിരിക്കും ഇതിനൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷെ എന്തായാലും അനീഷേ ഒരു രക്ഷയില്ല കേട്ടോ. രണ്ടുപേരും സജിയായാലും നിങ്ങളുടെ രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ആ ആദ്യ രാത്രിയുടെ അല്ലെങ്കിൽ ആദ്യ പകൽ എന്നൊക്കെ പറയുമ്പോൾ ഞാനും കരുതിയ ചായയാണെന്നാണ്. ഒരിക്കലും അത് മദ്യമാണെന്ന് ഞാൻ കരുതിയില്ല. ലവ് സിപ്പ് അതൊക്കെ കറക്റ്റായിട്ട് ഈ സ്കിറ്റിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ ചേർത്തിട്ടുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. കിടിലനായിരുന്നു. അടിപൊളി. താങ്ക് യു. നല്ല ത്രെഡ്. ആ ത്രെഡിനാണ് ആദ്യം കയ്യടി തരേണ്ടത്. കാര്യം നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് ഒരു ലൈവിൽ ഞാനൊരു സംഭവം കണ്ടിട്ടുള്ളതാണ്. ലാസ്റ്റ് അവർ സഖി കിട്ടിട്ടില്ല, വീട്ടുകാരോട് പറഞ്ഞ് പുള്ളി വീട്ടിൽ വരവില്ല, എപ്പോഴും ആ കൂട്ടുകാരൻ്റെ കൂടെ തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാർ ഇടപെട്ട് അത് ഡൈവോഴ്സ് ആകുമായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഞാൻ നേരിട്ട് കണ്ടതാ. അപ്പോൾ എനിക്കത് ഓർമ്മ വന്നു, ഇത് ശരിയാണല്ലോ, ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ കണ്ടന്റ് തപ്പിയെടുക്കാൻ എടുത്ത ആ എഫേർട്ട് അത് ഗംഭീരമായിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് ശ്രീജു ഞങ്ങളെ ടീം കളിക്കാൻ വേണ്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്താണ്. ശ്രീജു ശ്രീജുവാണെന്ന് പറഞ്ഞു. നിങ്ങൾ 3 ഇപ്പൊ ഫസ്റ്റ് അല്ലേ? ശ്രീജുവിന് വയ്യാതെ പോയത് ദീപുവിന് വയ്യാത്തല് ഞങ്ങൾ വലിയൊരു നന്ദി പറയാണ് അനീഷിന്റെ അടുത്ത്. അനീഷിനെ കിടക്കാച്ചിട്ട് ചെയ്തു. അനീഷ് വെടിയും പോകുകയല്ല അവനെ. ഞാൻ നിങ്ങളോട് നന്ദി പറയണ്ട്. നമ്മള് പോൾസൺ ചേട്ടന്റെ ടീമായിരുന്നു. പുള്ളിക്ക് തോട്ടിന്റെ പ്രശ്നമായതുകൊണ്ട് സ്കിറ്റ് കളിക്കാതെ പോയി. ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുമ്പോഴാണ് ഇവര് വിളിച്ചത്. ഇവിടെ അല്ല, അത് നല്ല രസമായിട്ട് നിങ്ങൾ അത് ചെയ്യുകയും ചെയ്തു. ആ ഫസ്റ്റ് പോർഷൻ നീ പോയിട്ട് ആ കുളിച്ചിട്ട് ആ ഈറിനണിഞ്ഞ് വന്നപ്പോൾ ആ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഇനി അതേ പിടിച്ചായിരിക്കും പോകുന്നത്, ഇത് ഓപ്പോസിറ്റ് അടിച്ചു പോകുമല്ലോ എന്നൊരു ധാരണയിലായിരുന്നത്. പക്ഷെ പെട്ടെന്ന് പുള്ളി അവിടെ നിന്ന് എസ്കേപ്പായി. എന്തായാലും വളരെ മനോഹരം. ഡീറ്റ് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് ചെയ്ത്. ഇതിലെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം, ഈ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം, അതേപോലത്തെ ഒരു ഭർത്താവ് അല്ലേ? ഒരുപാട് തടഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ സമയത്ത് ചില ഭാര്യമാർ, എല്ലാ ഭാര്യമാരുമില്ല, ചില ഭാര്യമാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഇതായിക്കോട്ടെ. ഇങ്ങനെ ചിലപ്പം വേണമെങ്കിൽ ഇങ്ങനെ രണ്ടാമത് കല്യാണം കഴിക്കാം. ഇതിന്റെ ഓപ്പോസിറ്റ് അതാണ്. ഞാൻ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഞാനോളുമായിട്ട് ജീവിക്കാൻ പോവാന്ന് പറയുന്നത് അത് വേറൊരു നല്ല ബുദ്ധിയാണ്. അപ്പൊ എപ്പോഴായാലും ആ ഭർത്താവിനൊരു ചെറിയ ഏങ്ങൽ ഉണ്ടാകും അത് കേൾക്കുമ്പോൾ. വളരെ മനോഹരമായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ആ പേരിൽ തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. കൂട്ടച്ചൻ അല്ലേ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ഇത്രയും നല്ലൊരു കൂട്ടുകാരൻ, ഒരു സുഹൃത്തിനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ലാന്ന് പറയുന്നത് ബൈബിളിൽ പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴും ഞാനിങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പറ്റണല്ലേ, പാപ്പാലാനെ കെട്ടും എന്നുള്ളൊരു സാധനം വരുന്നില്ല. പക്ഷെ ആ കുളിച്ചിട്ട് വന്നൊരു വരവില്ലേ, അതിലെനിക്കും തോന്നിപ്പോയി ഇവനെ കെട്ടിയാലാന്ന്. കൂടെ പോരുന്നോന്നൊക്കെ ചോദിക്കാൻ മതി. കാരണം ഒരു ശല്യമില്ല, വീട്ടിലാണെങ്കിൽ ഒരു ഭദ്രകാളി. അപ്പൊ ഇങ്ങനെ ഒരാള് വന്ന് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്ന പറയുമ്പോ, പിന്നെ ചായ ചോദിക്കുമ്പോ റമ്മ് തരുന്നു, വേറെ എവിടെ കിട്ടുമെന്ന് പുറത്തു പോയി കുടിച്ച് 4 കാലിൽ വന്നോ, ഒരു പ്രശ്നമില്ല. നല്ല തോട്ടായിരുന്നു. പക്ഷെ പാപ്പാലയുടെ കൺട്രോൾ ഇല്ല, അത് ഞാൻ സമ്മതിച്ചു തന്നിട്ടോ. അധികം ഓവർ ആക്കാണ്ട് നമ്മുടെ ചുറ്റുപാടും അങ്ങനെയുള്ളവർ. പക്ഷെ അവരൊന്നും ബ്ലെയിം ചെയ്യാണ്ട് അതിന്റെ ഭംഗിയിൽ ചെയ്തു എന്നുള്ളതാണ്. ആ ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടുണ്ടെങ്കിൽ പോയി. അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. സജിയുടെ അവസ്ഥകളും അതുപോലെ തന്നെ ദീപ്തിയുടെ എന്ന് പറഞ്ഞാൽ ദീപ്തി വരുമ്പോ തന്നെ അറിയാം, ഒന്നില്ലെങ്കിൽ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ കരച്ചിലായിരിക്കും. അത് കാണാനും നല്ല രസമാണ്. പ്രശ്നമാണെങ്കിൽ കൂടുള്ള ആൾക്ക് ചെവിതല തരൂല. അയ്യോ, മടൽ വെച്ച് അടിക്കേണ്ടി വരും. പക്ഷെ അത് നമുക്ക് ഭയങ്കര രസമാണ് കേൾക്കാൻ. അത് നന്നായിട്ട് ജീവിച്ചു. 3 പേരും ജീവിക്കുകയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ കൂട്ടച്ചനും കൂട്ടുകാർക്കുള്ള ആ എമൗണ്ട് തന്നാൽ ആരാണ് ആദ്യം? ഞാൻ തരാം. ഞാനൊരു 15,000 രൂപ. 15,000 രൂപ ചേട്ടാ. ഞാനും ഒരു 15,000 രൂപ. അപ്പൊ ടോട്ടൽ 30,000 ആയിട്ടുണ്ട്. ബാക്കി ചേട്ടച്ചനെ കൊടുത്താക്കാം. പിടിച്ചോ കൂട്ടച്ചന്. ടോട്ടൽ എമൗണ്ട് 5,000 രൂപയുടെ സിൽവർ പഞ്ച്. കൂട്ടച്ചനെ കല്യാണം കഴിച്ചു വാങ്ങിച്ച സിൽവർ പഞ്ച്.
അനീഷ് പറയാം. വൈകാതെ ആ പോയ വഴിക്ക് കേറിയ സ്കിറ്റ്. സിൽവർ പഞ്ച് കിട്ടിയെന്ന് വിചാരിച്ച് ജീവിതം മുഴുവൻ അങ്ങനെ ആയിട്ട് നടക്കണ്ടോ? അതിന്റെ അല്ല, ഇത് പ്രതീക്ഷിച്ചില്ല. നന്ദിയുണ്ട്, എക്സ്പെഷ്യലി നമ്മുടെ ചേട്ടനോട് ഇങ്ങനെ വിളിച്ചതിൽ. അപ്പോൾ ഇത് ചെയ്യാൻ നേരത്തെ എനിക്ക് പേടിയുണ്ട്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഇത് സംഭവം ടെന്നിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇത് ഒരു പരിധിയിൽ ഓവറായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ പണിയുണ്ട് കമന്റ് ബോക്സിൽ. ഇത് ഒരുപാട് താഴ്ന്നു പോയാലും ശരിയാവില്ല. അപ്പൊ ഇതിന് ഇടയ്ക്ക് നിൽക്കണം, അതായത് ഒരു ടാസ്ക് തന്നെ ആയിരുന്നു. അതല്ല, ഇറങ്ങി പോണില്ല എന്ന് പറഞ്ഞത്, ക്യാരക്ടർ കയറി കഴിഞ്ഞാൽ ഇറങ്ങി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്നൊക്കെ പറയണ അത് കറക്റ്റ് ആപ്റ്റാണ്. കാരണം ചേട്ടാ പറഞ്ഞേട്ടെ, എന്താ പറയാ, സന്തോഷം, ഭയങ്കര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10-15 സിൽവർ എന്തോ ആയി. ഓ അടിപൊളി. ഗോൾഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നേരത്തെ അനീഷ് പറഞ്ഞ നന്ദി എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, അത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളിപ്പോൾ അനീഷിനെ ആവശ്യപ്പെട്ടാലും ഇവിടെ നിന്ന് തരണം, സാറ് ഉൾപ്പെടെ അവരെ അനുവദിക്കണം. അപ്പൊ അവർക്കാണ് നന്ദി പറയുന്നത്. ഓക്കെ, വലിയ താങ്ക് യു. ദീപ്തി, ഒരുപാട് സന്തോഷം. സന്തോഷം മാത്രമുള്ള വേറെ ഒന്നുമില്ലേ. എൻ്റെ അങ്ങനെയല്ല, ഇവിടെ നിന്നുള്ള സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നമുക്ക് എപ്പോഴും എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അതെല്ലാം ഇവിടെ നിന്നുള്ള സപ്പോർട്ട് ഉണ്ട്. എന്താണെന്ന് അറിയില്ല, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞാൻ ഇതുവരെ അർജുൻ സാറിന് നന്ദി പറഞ്ഞില്ല. ഞാൻ മനസ്സറിഞ്ഞ് സാറിന് ഒരുപാട് നന്ദി പറയണം. കാരണം സാറിൻ്റെ ഒരു ഒറ്റ മികവ് കൊണ്ടാണ് ഇവിടെ വന്ന് എല്ലാവരും രക്ഷപ്പെട്ടു പോണത്. സാർ അങ്ങനെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. റീജനോട് സന്തോഷം വിളിച്ചറിയിക്കുക. അതെ, വിളിച്ചു പറയണം. പിന്നെ ഇതിന്റെ ഒരു രണ്ടാമത്തെ പാർട്ടൊക്കെ ആലോചിക്കുവാണെങ്കിൽ എനിക്ക് ശ്രീജുവിനെ കുട്ടച്ചനായിട്ട് കണ്ടാക്കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വേറെ ടീമിൽ ചെന്ന് കയറുമ്പോൾ അവിടെ സിൽവറൊക്കെ അടിക്കാൻ പറ്റട്ടെ. അനീഷ് പാപ്പാലേക്ക് ഇവിടെ ഭാഗ്യചിഹ്നം എന്നുള്ളൊരു പേരും കിട്ടട്ടെ. അപ്പൊ ഉഷാറാവട്ടെ. ഇനിയും ബഹളം ഉണ്ടാക്കരുത്. നോക്കൂ, ഞങ്ങൾ എപ്പോഴും കാണുന്നില്ല കൂട്ടച്ചൻ രക്ഷപ്പെടുത്താൻ. ഓക്കെ, ബൈ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ റെഡി, സ്കിറ്റ് റെഡി. റെഡി ആണെങ്കിൽ വിളിക്കാം. കൊച്ചുവർദ്ധി ചേട്ടനുണ്ട്, രാജ്പാലോടുണ്ട്, നമ്മുടെ അമലുണ്ട്. വിളിക്കട്ടെ, ഒരു നല്ല കയറി. സിന്ദൂര പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യനുദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യനുദിച്ചിരുന്നു. വാത്സല്യ തിരയിളകും ഈ സ്നേഹക്കടലിലെന്നും ചിപ്പി വിളയുമല്ലോ, കരുണതൻ മുത്തുപൊഴിയുമല്ലോ. എന്റെ ദൈവമേ, ഈ വീട്ടിൽ കിടന്ന് പണിയെടുത്ത് എന്റെ നടു ഒടിയും. അയ്യോ, ഇത് എപ്പ തിളയ്ക്കാൻ പറ്റത് എന്റെ ഭഗവാനേ. ഓ, ഞാൻ എന്നെ കാണിക്കരുത്. ഊതാനുള്ള അടുപ്പിലേക്കും വെച്ച് വിറകെടുത്ത് ഊതുക. ഇത് എവിടെ നിന്ന് തീ വരാനാത്? എന്റെ ചർക്കന് ഇതിക്കടെങ്ങും പോണുണ്ടോ? അമ്മയുടെ മോനെ, എടാ എബിയേ, അമ്മയുടെ പൊന്നുമോനെ, എന്നാ നീ എവിടെ പോയി കിടക്കോടാ പണ്ടാലക്കാലോ? എടാ നീ എന്നെ എടുക്കുവത്? അമ്മ, ഞാനിവിടെ മടല് മാറ്റുണ്ടാക്കുക. ദൈവമേ, കഞ്ഞിക്ക് കത്തിക്കാൻ വെച്ച മടലെടുത്തവന്റെ അച്ഛനെ കെട്ടിക്കണ പാറ്റ്. സമ്മതിക്കത്തില്ല. ഞാൻ കളിക്കാൻ വേണ്ടി മടല് മാറ്റുണ്ടാക്കാൻ വേണ്ടി പോയല്ലേ. കളിക്കാൻ വേണ്ടിയോ? കളിക്കാനായിട്ട് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്റെ മുട്ടുകാലി തല്ലി ഓടിക്കണ കാര്യം പറയണ? നിങ്ങൾക്ക് വേറെ ഒന്നും തല്ലി ഓടിക്കാനില്ലേ? എനിക്ക് കയ്യെത്തണ സ്ഥലമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ ഒരുമാതിരി കളിയാക്കരുത് കേട്ടോ. നിന്നെ കളിയാക്കും, നീ നാണം കെടണം. ഇന്നലെ ഞാനും എന്റെ സ്കൂള് വരെ പോയി ടീച്ചർ ചെല്ലാൻ പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഈ നീളത്തിലൊരു വെള്ള പേപ്പർ എന്റെ കയ്യിൽ എടുത്തു തന്നു. ഞാൻ ആദ്യം വിചാരിച്ചതേ ടീച്ചർമാരും സാറും തമ്മിൽ പൂജ്യം പെട്ടി കളിച്ചതാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ ഈ കാലന്റെ പ്രോഗ്രസ് കാർഡ്. നിനക്കറിയാവോ, ഇപ്പൊ ഇവന് ഫ്ലൈറ്റും കൂടി ചെന്നാലും സ്കൂളിൽ നിന്ന് മുട്ട കൊടുക്കൂല. ഉള്ള മുട്ട മൊത്തം പരീക്ഷാ പേപ്പറിൽ മേടിച്ചു വെച്ചേക്കാം. പിന്നെ നിനക്ക് ഇനി മുട്ടകളെ കിട്ടാത്ത. അമ്മ അങ്ങനെ പറയില്ലേ അമ്മ. അമ്മക്കൊരു കാര്യം അറിയാമോ, ഞാൻ പഠിക്കണതൊന്നും എന്റെ തലയിൽ നിക്കണില്ല. ഇനി ചെവിയുടെ ഓട്ടേക്കൂടി ഇറങ്ങി പോണാണോന്നും എനിക്കറിയാം. എന്താ ദൈവമേ, ഇങ്ങനെ ഒരു മരവാഴേനെയാണല്ലോ നീ എനിക്ക് മോനായിട്ട് തന്നത്. പിന്നെ നിങ്ങൾ എന്തോർത്ത് കൊളവാഴേന്ന് സബർജല്യം ഉണ്ടാകുമെന്നോ? നീ തന്നെ ഇത് പറയണം. അതെങ്ങനെയാ? തന്തയുടെ ഗുണമല്ലേ പിള്ളേര് കാണിക്കോളൂ. തന്തയുടെ എന്ത് ഗുണ ഞാൻ കാണിച്ചേ? എന്നെ പ്രേമിച്ച് കെട്ടിയതാ അവന്റെ അച്ഛൻ. അന്ന് എന്നാ പറഞ്ഞെന്നറിയാവോ? നിങ്ങൾ ഞാൻ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വാഴിച്ചോളാന്ന്. ഇവിടെ വന്നപ്പോഴും അറിഞ്ഞ കുടില് പോലെ ഇരിക്കണ ഈ സാമാനത്തിന്റെ വീട്ടുപേരാ കൊട്ടാരം. നിങ്ങൾ അങ്ങനെ പറയൊന്നും വേണ്ട. നിങ്ങൾക്ക് അത്ര ഇതാണെങ്കിലേ മറ്റേ ഇവിടെ സൊസൈറ്റിയിൽ നിന്ന് ലോണ് വീടിന് കൊടുക്കണ്ടല്ലോ. നിങ്ങൾ നല്ലൊരു വീട് വെക്കാൻ പാടില്ലായിരുന്നോ? എന്നാ പറ്റി കരയണേ? ഞാൻ ഇന്നലെ എന്നാ പറ്റി? പഞ്ചായത്ത് ഓഫീസിലൊരു അപേക്ഷ കൊണ്ട് ചെന്നതാ. എന്നിട്ടോ?
അവിടെ ചെന്നപ്പോ അവരത് ചുരുട്ടിക്കൂട്ടി എന്റെ മുഖത്തേക്ക് എറിഞ്ഞറിയാവോ? മുഖത്തേക്ക് എറിഞ്ഞോ? അമ്മയുടെ മുഖത്തേക്ക് എറിഞ്ഞോ? അതെ, അതെ. അമ്മ പേടിക്കണ്ട കേട്ടോ. അമ്മയുടെ മുഖത്തേക്ക് ഇറങ്ങി ഞാൻ ചോദിക്കും, നമ്മളൊരു അപേക്ഷ കൊണ്ട് പോകുമ്പോൾ മുഖത്തേക്ക് ഇറങ്ങി ശരിയാണോ? അതല്ല. ഇത് നാട്ടിൽ തന്നെ ഞാൻ മെമ്പറോട് പറയൂല, നമ്മൾ വോട്ട് കൊടുത്തല്ലേ ഇവരെയൊക്കെ അപേക്ഷ കാണിച്ചു നോക്കട്ടെ. നോക്കിയേ, ഞാൻ കൊട്ടാരം വീട്ടിൽ വത്സല, ഞാനും എൻ്റെ മോനും 5-6 വർഷങ്ങളായി നാശം പിടിച്ചൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഇതാണ് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ പഞ്ചായത്തും ബാങ്കും ഇടപെട്ട് ഒരു 2000 സ്ക്വയർ ഫീറ്റിന്റെ വീടെങ്കിലും ഞങ്ങൾക്ക് പണിത് തരണം. മിനിമം 6 റൂമെങ്കിലും വേണം. യൂറോപ്യൻ ക്ലോസറ്റ് നിർബന്ധം. പിന്നെ വേണ്ടേ? മേളത്തെ റൂമിൽ ഒരു തിയേറ്റർ വേണം. കാർ പോർച്ച് നിർബന്ധമല്ല. അതന്നെ കാർ പോർച്ച് വേണ്ടെന്ന് വെച്ചത്. എനിക്ക് കാറി കയറിയ ഛർദ്ദിക്കാൻ വരും. ഇതെല്ലാം 3 മാസത്തിനുള്ളിൽ തയ്യാറാക്കി തന്നില്ലെങ്കിൽ നീയും നിന്റെ കുടുംബവും മുച്ചൂടം മുടിഞ്ഞ് നാശം പിടിച്ച് മണ്ണിന്റെ അടിയിൽ ചെന്നാലും പുഴുത്തു പോകത്തില്ല എന്ന് വത്സല. ഇത് ഏത് ബാങ്കിലാണ് ഈ അപേക്ഷ കൊടുത്തത്? ഞാൻ ലൈഫിലാ കൊടുത്തത്. ലൈഫിൽ ലോൺ കിട്ടാത്ത പരിപാടിയല്ല. ആ ബാങ്ക് മാനേജറുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇതല്ല വലിച്ചെറിയണം. നിങ്ങളെ ഞാൻ വലിച്ചെറിഞ്ഞ് കളഞ്ഞത്. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോവാ. നീ എവിടെ പോടാ? ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോവാ. നീ പോവോ? നീ പോവോ? നീ ക്രിക്കറ്റ് കളിക്കാൻ നീ പോവോ? ഞാൻ പോവാ. നീ ക്രിക്കറ്റ് കളിക്കാൻ പോണോ? മാമ നമുക്ക് ഗ്രൗണ്ടിൽ പോയി കളിക്കാം. പുസ്തകത്ത് വായിക്കണം. നിനക്ക് നാളെ എന്നടാ നിനക്ക് പരീക്ഷ എന്നടാ? എനിക്ക് ഹിസ്റ്ററി. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോന്നോ? അങ്ങനെയൊക്കെ ഉണ്ട്. ഉണ്ടോ? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയം. ഏത് വലിയ വിഷയമാണെങ്കിലും ഈ വത്സല ചെന്ന് കഴിഞ്ഞാൽ ഒരു വിഷയമല്ല എന്റെ മോൻ ധൈര്യമായിട്ട് പഠിച്ചു. ഇത് ഞാൻ തന്നെ ഈ പരീക്ഷയ്ക്ക് ജയിക്കാത്തെന്ന് അറിയാമോ? എന്നാ? നിങ്ങളുടെ ഈ വർത്താനം കാരണം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? റോമൻ സാമ്രാജ്യം ഹിസ്റ്ററിയിൽ പഠിക്കേണ്ട ഒരു സാധനം. റോമൻ സാമ്രാജ്യം കത്തി നശിച്ചുകൊണ്ടിരുന്നപ്പോ വീണ വായിച്ച ചക്രവർത്തി നീറി ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നീറി പുകയണവൻ. അത്രയും വലിയ സാമ്രാജ്യം അവിടെ കത്തി എരിയുമ്പോ അവിടെ ഇരുന്ന് വീണ വായിച്ചെന്ന്. അതെ, പഠിക്കാൻ പോയില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കരുത്. ഞാൻ അതല്ല പറഞ്ഞത്. സ്കൂളിൽ നിന്ന് സൗമ്യ ടീച്ചർ പറഞ്ഞ് എല്ലാ പിള്ളേരും 200 രൂപ വെച്ച് തിങ്കളാഴ്ച കൊണ്ടുവരണമെന്ന്. ഈ സൗമ്യ ടീച്ചർക്ക് എന്തിന്റെ കേടാ? 200 500 പറയുമ്പോ ഞാൻ അവിടെ നോട്ട് കുലുക്കിച്ചാടിക്കാം. ആവശ്യമുള്ള കാര്യമെന്ന്. എന്നാ ആവശ്യം? സ്കൂളിൽ ടൈം ടേബിളിന്റെ കാലൊടുങ്ങി എല്ലാ പിള്ളേരും 200 കൊണ്ടുവരണമെന്ന്. അങ്ങനെ പറ. അങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയുമ്പോ അമ്മേന്റെ മോന് പൈസ തരും. 500 ഉണ്ട്. അത് ഞാൻ കൊണ്ട് കൊടുക്കാം അല്ലേ? അമ്മ സ്കൂളിൽ പോകത്ത് വന്ന് പപ്സ് നാരങ്ങ വെള്ളം കുടിക്കാം. ഒന്നുമില്ല, ഞാൻ കൃത്യമായിട്ട് കൊണ്ട് കൊടുത്ത് നമുക്ക് തന്നെ ഇത്. പിന്നെ അമ്മേ, ആ രാജേഷ് അണ്ണൻ വരുവാണെങ്കിലേ ഞാൻ അകത്തിരുന്ന് പഠിക്കുവാണെന്ന് പറയണേ. ഏത് രാജേഷാ? ആ മുതുകാലൻ ഒറ്റൊരുത്തരാണ് ഇവിടുത്തെ പിള്ളേരെ മൊത്തം കൂട്ടിക്കൊണ്ടുവന്ന് ചീത്ത. അമ്മ അങ്ങനെ പറയരുത്. രാജേഷ് അണ്ണൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിള്ളേരുടെ വഴികാട്ടിയാ. ഈ പിള്ളേരെ തന്തയുള്ള അവനെ കണ്ട കൊല്ലും കണ്ടെടുത്ത് വെച്ച്. അതെങ്ങനെ? ഇവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനെയൊക്കെ സൃഷ്ടിച്ചുവിട്ട തന്തേനേം തള്ളേനേം പറയണം. ഇന്നലെ സർക്കാർ ആശുപത്രി ചെന്നപ്പോ ഈ രാജേഷിന്റെ തന്ത വന്നേക്കോ ഇഞ്ചക്ഷൻ ചെയ്യാൻ കൂടെ ഒരാളില്ലാന്ന് പറഞ്ഞിട്ട് 500 രൂപ കൊടുത്തൊരു ബംഗാളിനെ കൂടെ കൊണ്ടുവന്നേക്കണം. പാവം ബംഗാളി 500 രൂപ തച്ചാശി മേടിച്ച് അവന്റെ അച്ഛന് വെച്ചാർന്ന ഇഞ്ചക്ഷനും മേടിച്ച്. അങ്ങനെയുള്ളവനാണ് ഈ രാജേഷ്. എന്റെ കൊച്ചിനെ എങ്ങും ഇവിടുന്ന് കളിക്കാൻ വിളിക്കാൻ വന്ന തിളച്ച വെള്ളം ഞാൻ അവന്റെ മുഖത്ത് കോരി ഒഴിക്കും. ഉറപ്പാണ്. രാജേഷേ, മോന്റെ കാര്യം ചേച്ചി ഇപ്പൊ പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടുള്ളൂ. കേട്ടായിരുന്നു. എനിക്ക് പിന്നെ നാണമാനൊന്നും പ്രശ്നമില്ല. ചേച്ചി, കാപ്പിക്ക് എന്തുണ്ട്? കാപ്പിക്ക് കുരുവുണ്ട്, വേരുണ്ട്, ഇലയുണ്ട്, പൂവുണ്ട്. തണ്ടുണ്ടോ? തണ്ട് വേണം. അതുകൊണ്ടൊക്കെയാണ് ഞാൻ നിങ്ങളുടെയൊക്കെ ഇടയിൽ ഇവിടെ ജീവിച്ചു പോകുന്നത്. ചേച്ചിന്ന് ഇവൻ വിളിച്ച കേട്ടാ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഒരുപാട് പ്രായമുണ്ടെന്ന്. വെറും 6 മാസത്തെ മൂപ്പുള്ള ഈ മുതുകാലനായിട്ട് എനിക്ക്. എന്നിട്ട് അവൻ എന്നെ കളിയാക്കാൻ വേണ്ടി ചേച്ചിന്ന് വിളിച്ചേക്കുന്നു. അയ്യോ, അമ്മ വിളിക്കണം. അമ്മ എവിടെ? ജില്ലാശുപത്രിയിലാ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞ അമ്മ. അച്ഛൻ അഡ്മിറ്റ് ആക്കിക്കോളി. ധൈര്യമായിട്ട് അഡ്മിറ്റ് ആക്കി അങ്ങോട്ട്. ഞാൻ പറയണേക്ക്. പിന്നെ ആ പൈസക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം. എന്നെ അല്ലേ എന്റെ വിളിച്ചിട്ട് എന്തിനാ കിട്ടാൻ? വേറെ പൈസ ഉള്ള ആരെങ്കിലും വിളിക്കണം കേട്ടോ. ഓ ശരി. അച്ഛനെന്താ പറ്റിയേ? ചേച്ചി, അച്ഛന് ഒട്ടും വയ്യ. എന്നും ആശുപത്രി കൊണ്ടുപോകും. ഒട്ടും വയ്യെങ്കിൽ പിന്നെ ആശുപത്രിയിലല്ലാതെ അങ്കൻവാടിയിലാണോ കൊണ്ടുപോണത്? അങ്ങനെയല്ലേ
അച്ഛന് ഭയങ്കര തുമ്മല് കാരണം സത്യം പറഞ്ഞ എവിടെല്ലാം കൊണ്ട് കാണിച്ചെന്ന് അറിയാമോ? രാവിലെ തുടങ്ങുന്ന തുമ്മല് രാത്രി വരെ തുമ്മല്. അയ്യോ എന്നാ ഞാൻ അന്വേഷിച്ചപ്പോ ചില ആൾക്കാർ പറയണത് ഈ പ്രാക്കുണ്ടെങ്കിൽ തുമ്മെന്ന് പറയും. അപ്പൊ ഈ പ്രാക്ക് ദോഷം മാറാൻ ഞാൻ എന്തോ ചെയ്യണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇതിനാകെ ഒരൊറ്റ പരിഹാരമുള്ളൂ. നീ വീട്ടിൽ നിന്ന് പടി പുറത്തിറങ്ങരുത്. അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛൻ ഒരു കുഴപ്പമുണ്ടാവില്ല. ആ വർത്താനം പറയുന്നത് ഇവനെ ഞാൻ സ്വന്തം അനിയനെ കണക്കാണ്. ഇവന്റെ അച്ഛൻ ഇവിടെ നിന്ന് പോയല്ലോ. അയ്യോ പറഞ്ഞനക്ക് ഇവന്റെ അച്ഛൻ ഇപ്പൊ എവിടെ വെച്ച്? പുള്ളി അങ്ങനെ വരവൊന്നുമില്ല. പുള്ളി കഴിഞ്ഞ ഓണത്തിന് വന്നായിരുന്നു. ഇനിയിപ്പൊ അടുത്ത ഓണത്തിന് അവരുള്ളൂ. എല്ലാ ഓണത്തിനും കൃത്യമായിട്ട് വരും. എല്ലാ ഓണത്തിനും കൃത്യമായിട്ട് വരും. ഇവന്റെ അച്ഛൻ തന്നു ഓണത്തുമ്പിയെ ഫ്രഷ് സാധനം, കിടുക്കൻ സാധനം. ഞാൻ അങ്ങനെ ചിലപ്പോ കിടുക്ക് സാധനം അടിച്ചോളൂ. അതല്ലടാ പൊട്ടാ ഞാൻ പറഞ്ഞേ. പിന്നെ ഞാൻ ആ പുള്ളിനെ അങ്ങ് ഒഴിവാക്കി, അത്രേ ഉള്ളൂ. എവിടെ വെച്ച്? അവൻ ശാന്തമ്പാറയ്ക്ക് എന്റെ ദൈവമേ, ശാന്തമ്പാറെന്നും പറഞ്ഞ് ഇവരെ ഒഴിവാക്കാൻ നേരത്തെ ആ ഭ്രാന്തൻ കയറി വന്നേക്കണ്. ശാന്തമ്പാറന്ന് പോയ എബി ഇത്ര പെട്ടെന്ന് എങ്ങനെ വന്ന്? അവന് പെട്ടെന്നൊരു കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടി. എന്റെ അടുത്ത് നിങ്ങളത് കാണിക്കരുത്. ഈ നോണ എന്റെ അടുത്ത് പറയരുത്. ഇവനെ ഞാൻ എന്റെ സ്വന്തം അനിയനെ കണക്കല്ലേ ചേച്ചി നോക്കണത്. എന്നിട്ടാണോടാ അവനെ കൂട്ടിക്കൊണ്ടുവരുന്നത് നശിപ്പിക്കണത്? നശിപ്പിക്കണ എന്റെ കൂടെ പറപ്പിനെ കണക്കാണ് ചേച്ചി. എടാ പറഞ്ഞു കൊറ കൂടെ പറപ്പിനെ പോലെ. അതെനിക്കറിയാം. ഈ വരുന്ന 15-ാം തീയതി നമ്മുടെ എബിയുടെ പിറന്നാളാ. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, എന്ത് വൃത്തികെട്ട പരിപാടിയാണ് കാണിച്ച. നശിപ്പിച്ചല്ലോ ദൈവമേ. 15-ാം തീയതി ഞാൻ പറയാൻ പറ്റാത്ത ഹാപ്പി ബർത്ത്ഡേ നേരത്തെ കയറി അടിച്ചേ. അയ്യോ അയ്യോ, നമുക്ക് അടിച്ചു പൊളിക്കണം. പിന്നെ അടിച്ച് പൊളിക്കണ്ടെന്നോ? നമ്മൾ വാട്ടക്കെട്ട്. എടാ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ, എന്താണ് നിനക്ക് എത്ര വയസ്സുണ്ടാ? 42. 42 വയസ്സുള്ള ആള് കിടന്ന കാണിച്ച നിങ്ങൾ കണ്ടായിരുന്നോ? എവിടെ വെച്ച് സഹിക്കും ദൈവമേ. നീ വന്നേ, 16-ാം തീയതി രാവിലെ ഒരു 10 മണിയാവുമ്പോ നീ വീട്ടിൽ നിന്ന് ചായ കുടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരണം. വന്നാ ഉച്ചയ്ക്ക് ഊണിന് മുമ്പ് നിനക്ക് അങ്ങ് പോകാം. ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല കാര്യം കേട്ടോ. അത് അമ്മേ, അത് അടുക്കളയിൽ നിന്ന് കരിയുന്നു. അഥവാ പൂച്ച വല്ലായിരിക്കും. പൂച്ചയുടെ കാര്യമാണ് പറഞ്ഞത്. എന്തോ കരിയുന്നെന്ന് രാഷണ്ണ തന്നെ എന്റെ വീട്ടില്. അപ്പൊ നിനക്ക് അറിയത്തില്ലേ എടാ, ഇന്ന് നമ്മുടെ മാച്ച് ഉണ്ടെന്ന്. കിങ്ങിണി ക്ലബിലെ പിള്ളേരായിട്ട് മാച്ച് ഉണ്ട്. നമ്മുടെ പ്രസ്റ്റീജിന്റെ വിഷയം. ഓ രാഷണ എന്നെ വിടത്തില്ല. രാഷണ വീഴത്തില്ലെന്നാ? വിടത്തില്ല രാഷണ. അതൊന്നും പറഞ്ഞാ പറ്റൂല. അയ്യോ മത്സരത്തിന് പോകണേ രാഷണ. ഞാൻ ഇപ്പൊ പുറത്തിറങ്ങിയാൽ എന്നെ തെറി പറഞ്ഞോളൂ. എന്നെ വിടത്തില്ല രാഷണ. നീ എന്തോ പറയണേ? ചില്ലറ കാശല്ല ഞാൻ കെട്ടി വെച്ചേക്കണേ. എത്ര രൂപ രാഷണ? 18 രൂപ. അറിയോ, ഞാനൊരു ധാരാളിയാണെന്ന് പൊതുവെ ഒരു സംസാരം ഉണ്ട്. പക്ഷേ പ്രൈസ് നമ്മുടെ ക്ലബിന് കിട്ടുന്ന പ്രൈസ് അതാണ് പ്രധാനം. എന്നാ രാഷണ ഫസ്റ്റ് പ്രൈസ്? 1 ലിറ്റർ പെപ്സി 3 ലൈസും തന്നെ. രാഷണ ഓ കാര്യം ചെയ്യും. ഞാൻ പറഞ്ഞ അമ്മ സമ്മതിക്കില്ല. രാഷണം പറ രാഷണ. നിന്റെ അമ്മ എടുത്തോ? ഞാൻ പറഞ്ഞു നോക്കാം. രാഷണ ഞങ്ങളെ ഹീറോ രാഷണല്ലേ. രാഷണം പറ. അങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ ഹീറോ ഒക്കെ രാഷണം പറ. മനസ്സിലാച്ചേ? ഇവിടുന്ന് വെട്ടെത്തി അവിടെ. അത് അപ്പുറത്തെ രാഗാൻ വേണ്ടി കൊടുത്തേക്കുവാ. എന്നാ കുറച്ച് സംസാരിക്കാനുണ്ട്. ചേച്ചിയോട് എനിക്ക് കാര്യം പറയാനുണ്ട്. അതെനിക്ക് തോന്നി എന്തോ കാര്യം സാധിക്കാനുണ്ട്. വെറുതെ അല്ല ഇവിടെ കിടന്ന് കറങ്ങണേ. നീ കാര്യം പറ. എനിക്ക് കണ്ടെത്തി ടൂർണമെന്റ് ഉണ്ട്. എന്നാ വീട്ടില് കക്കൂസ് ഇല്ലേ? ടൂർണമെന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിന് എബിയെ വിളിക്കാൻ വന്നതാണ് ഞാൻ. എനിക്ക് ഈയിടെയായിട്ട് ഇത്തിരി സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്. നീ എനിക്കൊന്ന് കൗണ്ട് ചെയ്ത് തന്നെ. 1 2 3 എന്ന് പറഞ്ഞു ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3. കണ്ടിച്ചിട്ട കാര്യമുള്ളൂ. നിന്നെ കൊല്ലും. മുതുകാല, എന്റെ കൊച്ചിനെ അങ്ങ് ഇവിടുന്ന് കളിക്കാൻ വിളിക്കാനുള്ള പരിപാടിയാണെങ്കിൽ വെട്ടി ഞാൻ വാഴയുടെ ചോട്ടില് മൂടും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടാ നാണം ഉണ്ടോ? നാണം. നിന്നെ ആർക്കെങ്കിലും ഇഷ്ടമാണോടാ ഈ നാട്ടില്? നിനക്ക് വല്ല കഴിവുണ്ടോടാ? നിനക്ക് വല്ല കഴിവുണ്ടോ? നീ പഞ്ചായത്തിലേക്ക് ഇറങ്ങി നോക്കണം. 10 പേര് നിപ്പുണ്ടെങ്കിൽ 11 പേർക്കും ഇവരെ കണ്ണിന് നേരെ കാണാൻ പാടില്ല. അങ്ങനെയുള്ളവൻ ഇവിടെ വന്ന് ഇറങ്ങി പോടാ. അയ്യോ, ദേശീയ അവാർഡ് കിട്ടിയ മാതിരി ഇതെന്ന് ചിരിക്കുവാങ്ങ്. ചേച്ചി എന്തായാലും നിങ്ങൾ ഇത്രയും ഇൻസൾട്ട് ചെയ്ത സ്ഥിതിക്ക് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. ഞാനേ ഒരു കയറെടുത്ത് അപ്പുറത്തെ സുരേഷിന്റെ വീട്ടിലോട്ട് പോവാം. എടാ
ഞാൻ എന്റെ കൊച്ചിനെ കളിക്കാൻ വിളിക്കാൻ വന്നതിന് ചീത്ത പറഞ്ഞതിന് കെട്ടിത്തൂങ്ങി ചാവല്ലടാ. ആര് കെട്ടി തൂങ്ങി ചാവുന്നു? പിന്നെ ഇന്ന് ക്രിക്കറ്റ് കളി നടക്കത്തില്ലല്ലോ. ആ. സുരേഷിന്റെ മോളിലെ ചിഞ്ചു വാ. അവക്കൊരു ഊഞ്ഞാല് കെട്ടി കൊടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് ആടാൻ. എന്റെ ദൈവമേ, നീ ഒരു കാര്യം ചെയ്യ്. നീ എന്തായാലും മാവിന്റെ മുകളിൽ കയറൂലോ ഊജാലി കെട്ടാനായിട്ട്. അപ്പൊ ആ കയറിന്റെ തുമ്പത്തൊരു കുടുക്കിടണം മോൻ. എന്നിട്ട് തൂങ്ങിച്ചാവടാ നാറി കരുവോടാ. ചേച്ചി നല്ല സ്കിറ്റായിരുന്നു, ഒരു നല്ല ഐഡിയ ആവാം. തിരിച്ചേട്ടാ, എത്ര വലിയ ബൾബ് ഉണ്ടെങ്കിലും LED-ക്കാണ് തെളിച്ചം കൂടുതൽ. അതാണ് കൊച്ചു പ്രദീപ്. അസാധ്യ പെർഫോമൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാല് ഒറ്റക്ക് നിന്നിട്ട് തകർക്കുക എന്ന് പറഞ്ഞാലില്ല, ഡയലോഗല്ല മോണോലോഗാണ്. ഇവര് അതിന് കൗണ്ടർ അടിക്കണം എന്നുള്ളു. പക്ഷെ നിന്ന് കറങ്ങണത് കൊച്ചു പ്രദീപാണ് കേട്ടോ. മറ്റവര് ഒന്നും ചെയ്തില്ല എന്നല്ല, കാരണം ബ്രീത്ത് എടുക്കണം, ഭയങ്കര ശക്തി വേണം നമുക്ക്. കാരണം ഒരു കലാകാരന് വേണ്ടത് എന്താണെന്നുള്ളത് ഇങ്ങോട്ട് കാണിച്ചു തരാണ്. കാരണം ആരോഗ്യം ഇല്ലെങ്കിൽ പറ്റില്ല. ഇത്രയും കട്ടില്ലാണ്ട് ഒറ്റയടിക്ക് പോകണല്ലേ. ഇതിനിടയ്ക്കാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത്. അതിനിടയ്ക്ക് ഇത്ര റേഞ്ചിലാണ്. ഒരു മുദ്രാവാക്യം വിളിക്കുന്ന പോലെയാണ് ഡയലോഗ്. ഭയങ്കര റേഞ്ചിലാ, ഭയങ്കര പവറുണ്ട്. വോയിസ് പവർ എന്ന് പറഞ്ഞ ഉഗ്രന. അതിനോടൊപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു നാണമില്ലാത്ത അങ്ങനെ ഒരാളെ ഞാൻ എന്ത് പറഞ്ഞാൽ, പക്ഷെ അത് നല്ല ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് ഫീൽ ചെയ്യൂല, ഡിപ്രഷൻ വരില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. എന്തൊക്കെ പറയാൻ പ്രായമല്ല, അത് കുഴപ്പമില്ല. പറ്റിയ മോനും നീ ഇതുപോലെ തന്നെ ആവണോട്ടാ. അല്ല, നല്ല പുതിയ ക്യാരക്ടേഴ്സ് നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ ഈ നൈറ്റ് നല്ല രസമായിട്ട് ചേർത്ത് തന്നിട്ടുണ്ട് കേട്ടോ. കോസ്റ്റ്യൂമർ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നന്നായിരുന്നു, ഞാൻ ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു. ഓക്കെ, താങ്ക് യു ചേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ല ഒരു സാധാരണക്കാരുടെ സ്കിറ്റായിരുന്നു അത്. പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു കണ്ടന്റ് ആണ് അത്. മിക്കവാറും എല്ലാ നാട്ടിലും കാണും ഒരു ആഴ്ച. എല്ലാ നാട്ടിലും ഉണ്ട്. വൈകിട്ട് പിള്ളേരൊക്കെ കൃത്യമായിട്ട് വിളിച്ചു വരുത്തി അവർ ടൂർണമെന്റിന് കൊണ്ടുവന്ന ഒരു പെപ്സിക്കും 3 ലേസിനും വേണ്ടിട്ട് മത്സരത്തിന് പൈസ ഇറക്കുന്ന ഒരു ആഴ്ച ഉണ്ടാവും മിക്കവാറും. ഇത്ര നാണം കെട്ടൊരുത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. രാജേഷേ, വേറെ ലെവലാണ്ടോ നിങ്ങള്. കാരണം നിങ്ങളെ എവിടെ കൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്താലും, നിങ്ങൾ ഏത് ടീമിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്താലും നിങ്ങൾ നിങ്ങളുടേതായ തന്മയത്വം കാണിച്ചിരിക്കും. രാജേഷ്, അത് അടിപൊളിയാണത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ 3 കഥാപാത്രങ്ങളും. ഈ അമ്മയെന്നും അച്ഛനൊക്കെ പറഞ്ഞാൽ അത് വലിപ്പ ചെറുപ്പത്തൊന്നുമില്ല. എത്ര വലിയ മോനായാലും അമ്മ തന്നെയാണ്. അതാണ് കാണിച്ചത്. അതാ ഭയങ്കര ലൈഫായിരുന്നു അതിനകത്തൊക്കെ. എനിക്ക് തോന്നുന്നു മോൻ പേടിച്ചു ഓടിക്കോട്ടെ. ഈ ഇട്ടി കണ്ടപ്പോ ഇവന് പേടിയാണ്. അതെ, ഭയങ്കര ലൈഫായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോ നസീർക്കൊക്കെ പറയാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഭയങ്കര നല്ല രസമായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അടിപൊളിയായിരുന്നു പറഞ്ഞാൽ നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. നല്ല രസമുണ്ട്. കാര്യം ഒരു സാധാരണ ഒരു സംഭവം ഒരു വീട്ടിൽ നടക്കുന്ന ഇങ്ങനത്തെ തൊഴിൽ രഹിതർ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇപ്പം ഒത്തിരി പേര് എല്ലാ നാട്ടിലും ഉണ്ട്. ഇങ്ങനെ പണിക്കൊന്നും പോകാതെ ചെറിയ പിള്ളേരോടെ കൂട്ടുകൂടി വൈകുന്നേരം 4 നേരം വീട്ടിൽ കയറി കഴിക്കുക, ഓടുക, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് കഴിക്കുക. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കണ്ടെത്തൽ നിങ്ങൾ നടത്തിയത് നന്നായിട്ടുണ്ട്. നല്ല രസമുണ്ട്. നമുക്ക് ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ആ സ്ക്രിപ്റ്റിന്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ അകത്ത് നിങ്ങൾ 3 പേരും ഒരു ശകലം പോലും സമയം വേസ്റ്റ് ആക്കിയിട്ടില്ലെന്നുള്ളത്. ആ ഉള്ളതെല്ലാം നല്ല പഞ്ചായിട്ട് നിങ്ങൾ കൊടുത്തു. അമ്മയും മോനും നല്ല കോമ്പിനേഷനാണ്. അതേപോലെ അമ്മയും അയൽക്കാരും നല്ല കോമ്പിനേഷനാണ്. അതായത് നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ എവിടെ കൊണ്ടിട്ടാലും അവരവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടേ പോകുള്ളൂ. നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്താൽ മാത്രം മതി. നല്ല കൗണ്ടറുകളും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞാലും ഇവിടെ നല്ല പൈസ വാങ്ങിച്ചുകൊണ്ട് പോകാം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതേപോലുള്ള ഫ്രഷ്നെസ് ഉള്ള നല്ല സ്കിറ്റുമായിട്ട് വീണ്ടും വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ആരാണ് ആദ്യം രാജേഷിന്റെ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നത്? കാര്യം എല്ലാവരും ടൂർണമെന്റ്. ഓക്കെ, ഞാൻ കൊടുക്കാം. ഞാനൊരു 15,000 രൂപ കൊടുക്കാം. 15,000 രൂപ. ചേട്ടാ, ഞാനൊരു 15,000. 30,000 രൂപയായിട്ടുണ്ട്. അയച്ചോ. അപ്പൊ ബാക്കിയുള്ളതാണ് ടോട്ടൽ എമൗണ്ട് 65,000 രൂപ. നല്ല എമൗണ്ട് ആണ് ഇത്. എനിക്ക് നാട്ടിൽ ഇങ്ങനെ പിള്ളേരെ ക്രിക്കറ്റ് കളിക്ക് ഗെയിംസിനൊക്കെ കൊണ്ടുവന്ന എല്ലാ രാജേഷിനും വേണ്ടി സമർപ്പിക്കാം. കാരണം അറ്റ്ലീസ്റ്റ് അവരിലുണ്ട് അവർ വേറൊരു പരിപാടിക്കൊന്നും പോകാതെ ക്രിക്കറ്റ് ഫുട്ബോൾ എന്ന് പറഞ്ഞ് നടക്കാം. അതിനകത്തോണ്ടാണ് ഒരുപാട് ആൾക്കാർ ഒരുപാട് വഴിക്ക് പോകുന്നത്. താങ്ക് യു രാജേഷ്. കളിക്കാൻ വേണ്ടിട്ടാണ്. നല്ല മോനാ. ആയിക്കോട്ടെ. ഇവരോട് ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ഒന്ന് റെഡി ആയി ഇപ്പോൾ ഒരു സ്കിറ്റുമായിട്ട് വിളിക്കട്ടെ. സൈന്ധവ് ഉണ്ട് കേട്ടോ. ശരിക്കും സൈന്ധവ്. ദേവിലക്ഷ്മി ആരാധ്യ. നല്ലൊരു കൈഡി.
അങ്ങ് പണ്ട്. ഇപ്പൊ ഞാൻ ചെമ്പകശ്ശേരി ഹേമലത. ചെമ്പകശ്ശേരി ഹേമലതയാ? ഇനി നീ വേറെ ഹേമ. ഒന്നും അറിയാത്ത പോലെ തടിക്കണ്ട. സീരിയലിലെ അമ്മമാർക്കും നായികമാർക്കും വീട്ടുപേര് കൂട്ടിച്ചേർത്താണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ ചെമ്പകശ്ശേരി ഹേമലത. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇതൊന്നും അറിഞ്ഞൂടാത്ത താ എവിടത്തെ പുരുഷനാടോ? ഇത് തന്നെയാടി നാട്ടുകാർ എന്നോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മീശ വരച്ചാ കിടക്കുന്നത്. അയ്യോ, എന്തായാലും ഞാൻ പറഞ്ഞത് കുട്ടികളുടെ അച്ഛന് മനസ്സിലായല്ലോ. കുട്ടികളുടെ അച്ഛനാ? സീരിയലിൽ ഭർത്താവിനെ കുട്ടികളുടെ അച്ഛൻ എന്നൊക്കെയാണ് പറയുന്നത്. നീ കാരണമാണ് എന്റെ സ്വന്തം വീട് വിറ്റിട്ട് നമ്മൾ ഈ വാടക വീട്ടിൽ വന്ന് താമസിക്കുന്നത്. ശോഭഹർഷോദ സീരിയലിൽ ഇങ്ങനെ തന്നെയാണ്. ഒരു ഗുണവും ഇല്ലാത്ത ഭർത്താവിനെ കൊണ്ട് ആ പാവദായിക വാടക വീട്ടിൽ പോയി താമസിക്കും. ആ ജയന്തിയുടെ അതേ അവസ്ഥയാണ് എനിക്കിപ്പോ. എനിക്ക് സീരിയലൊക്കെ വിനോദത്തിന് കാണാൻ വേണ്ടിയാണ്. വിനോദനും തത്തനും മാത്രമുള്ളതല്ല, എല്ലാവർക്കും കാണാനായിട്ടാണ് സീരിയൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വിനോദം തത്തനും അല്ല, വിനോദത്തിന് കാണാൻ വേണ്ടിയുള്ളതാണ്. നീയാണ് ഈ വീട്ടിലെ മെയിൻ പ്രശ്നം. ഒന്നുകൂടെ പറ. ഞാൻ ഈ വീട്ടിലെ മെയിൻ പ്രശ്നം ഒന്ന് സത്യം പറയല്ലേ. അയൽവക്കത്ത് അംബുജൻ എന്ന സീരിയലില് അംബുജനെ പോലെയാണ് ചേട്ടൻ ചൂടാകുമ്പോ ഇരിക്കണത്. ടിക്ടോ ഫിഗർ. എടി ഹേമേ. വെറും ഹേമയല്ല, ചെമ്പകശ്ശേരി ഹേമലത. കുട്ടികളുടെ അച്ഛൻ എവിടെ പോകുന്നു? ഞാൻ അടുക്കള വശത്ത് പോയിട്ടിരുന്ന സമാധാനമായിട്ടൊന്ന് ഇരുന്നോട്ടെ. പിന്നാമ്പുറത്തെ സീരിയലിൽ ഇങ്ങനെ തന്നെയാണ്. നായകൻ നായികയെ ഒറ്റയ്ക്കാക്കിയിട്ട് പിന്നാമ്പുറത്ത് പോയി കാമുകയായിട്ട് സംസാരിക്കും. ഞാൻ എവിടെയും പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരിക്കുക. അല്ലേലും ഇങ്ങനെ അല്ലയോ നാഗരാജാവേ, താങ്കൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം. എന്റെ നെറ്റിയിലെ സിന്ദൂര കളങ്കങ്ങൾ മായ്ക്കരുത്. അവിടെ നിന്ന് എന്റെ ഭർത്താവിനെ കടിച്ചു കഴിഞ്ഞാൽ അതെന്റെ ഭർത്താവിന്റെ ജീവന് തന്നെ അപകടത്തിലാവും. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം. ഒന്ന് പോ പ്ലീസ്, തിരിച്ചൊന്ന് പോ. അയ്യോ ചേട്ടൻ താഴെ വിട്, ചേട്ടന്റെ കൈ കടിക്കും. അയ്യോ, ചത്ത പാമ്പിന്റെ അടുത്താണോ ഞാൻ ഇത്ര നേരം സംസാരിച്ചത്? അല്ല, ഇത്രയും നേരം ഈ പാമ്പിന് ജീവനുണ്ടായിരുന്നു. നിന്റെ ഒറ്റ അഭിനയം കാരണം ഇനി ആട്ടച്ചാക്ക് വന്ന് ചത്തുപോയതാ. എന്റെ ദൈവമേ, ഈ പാട്ടിനൊക്കെ കോപ്പിറൈറ്റ് ഉള്ളവള് ഈ സീരിയലിനൊക്കെ കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ലോകത്താരും സീരിയൽ കാണത്തില്ലായിരുന്നു. അതെന്താ? ഈ സീരിയൽ എല്ലാം ഒരുപോലൊക്കെ തന്നെയല്ലയോ? അമ്മായിയമ്മ, മരുമോള്, ഒരു നനഞ്ഞ ഭർത്താവ്, ഒരു നനഞ്ഞ അച്ഛൻ, എല്ലാ പാട്ടാണ് ഒരുപോലൊക്കെ തന്നെയല്ലയോ? ഇതുപോലെ തന്നെയാണ് മണിച്ചിത്രത്താഴ്ന്നു മന്ദാര ചെപ്പിലെ ആ നായകനായ മനോഹരൻ. ചുമ്മാ നായികയെ മാളൂട്ടിയെ ഇട്ട് കുറ്റം പറഞ്ഞോണ്ടിരിക്കും. നീ സീരിയലിന്റെ പോയി നടന്നു. എടി, സീരിയൽ ജീവിതമല്ല. നിന്നെ മാറ്റാൻ വേണ്ടി ഞാൻ ഉണ്ടല്ലോ. നിന്റെ അമ്മയൊന്ന് വിളിക്കട്ടെ. എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നതിന്റെ ഫോൺ എന്ത് ചെയ്യേ? നിന്റെ അമ്മയെ വിളിക്കാൻ പോവാ. ഹലോ അമ്മേ. പറയൂ. അമ്മ എത്രയും പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരണം. അമ്മയുടെ മോളാണെങ്കിൽ വീട്ടിൽ കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെയാന്ന് അമ്മയ്ക്ക് അറിയാവോ? അമ്മ ഇവിടെ വന്ന് അവളെ ഉപദേശിപ്പിക്കണം. ഞാൻ ഉടനെ വരാം. ഓക്കെ, അമ്മ ഇപ്പൊ വരും. നീ എന്തുവാണ് ഈ കാണിക്കുന്ന? പട്ടാപ്പാലി ഒന്ന് പൂജ ചെയ്യുന്നു. മറുജന്മം എന്നുള്ള സീരിയലില് നായിക ഭർത്താവിന്റെ നല്ലതിന് വേണ്ടി പൂജ ചെയ്യും. എന്തിനാണെന്നറിയാമോ? അടുത്ത ജന്മം അതേ ഭർത്താവിനെ തന്നെ കിട്ടാൻ. എന്നെ ഈ ജന്മത്തിൽ ഉപദ്രവിച്ചത് പോരെ, ഇനി അടുത്ത ജന്മത്തിൽ വന്ന് എന്നെ നശിപ്പിക്കരുതേ. ഞാൻ നിങ്ങളെ നശിപ്പിക്കില്ല. കാരണം വാഴ നശീകരണത്തിന് എന്റെ അതിന് കേസ് വരും. വെറുതെ എന്തിന്? വാഴയോ? ഞാൻ വാഴയാണോടി? അയ്യോ, ഞാൻ വാഴയാണോടി? നീ പറയണേ നീ. അയ്യോ ചേട്ടാ, ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. എന്റെ ഈ നാവിന്ന് ഒരു തെറ്റ് വന്നുപോയി. സ്വന്തം ഭർത്താവിനെ ഞാൻ വാഴയെന്ന് വിളിച്ചു. എന്റെ ചേട്ടൻ വാഴയല്ല, പിന്നെ മരവാഴ. മരവാഴ കണ്ണാടി ചെന്നങ്ങ് നോക്കണം, അപ്പൊ മനസ്സിലാവും. അതിവിടെ ഒരു വണ്ടിയുടെ സൗണ്ട്. ആരോ വന്നെന്ന് തോന്നുന്നു. നിങ്ങൾ തറ തുടയ്ക്കാൻ നോക്ക്. ഇപ്പോഴല്ലേടി ഞാൻ തുണി അലക്കിയത്. അതിനു മുമ്പ് പാത്രം കഴുകി. നിങ്ങൾ തറ തുടയ്ക്കാൻ നോക്ക് മനുഷ്യ.
എന്തോ അമ്മ ഇത് പുച്ച. ഒരെണ്ണം വലിച്ചു കയറ്റുന്നു, ഒരെണ്ണം വലിച്ചു പുറത്തോട്ട് വിടുന്നു. എന്താണോ ഇതെന്താണ് ഹേമലത ഇവൻ ഈ കാണിക്കുന്നത്? എന്താണ് അമ്മേ? കോട്ടിട്ട് വേണ്ടേ തറ തുടക്കാൻ? കോട്ടില്ലമ്മേ, അതുകൊണ്ട് ഞാൻ കോട്ട് എടുത്തില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇതെടുത്ത് നോക്കുന്നത്. എടാ, കോട്ട് ധരിച്ച് വേണം തറ തുടക്കാൻ, അല്ലാതെ കോട്ട് ഇട്ട് തറ തുടക്കരുത്. അതാ ഞാൻ അല്ലമ്മേ, അമ്മ വന്നത് ക്രിക്കറ്റ് ഗ്രൗണ്ട് വഴിയാണോ? എന്താടാ അമ്മയുടെ നെറ്റിയിൽ ആരാണ്ട് ബോളറിന് വിട്ടിട്ടുണ്ടല്ലോ, ചുമന്നിരിക്കുന്നു. അതല്ലടാ പൊട്ട. എന്നാ പൊട്ടാന്ന് വിളിക്കല്ലേ? അമ്മയെ വിളിക്കും, മോളും വിളിക്കും. നിന്നെ അല്ല, ഇതാ പൊട്ട. പൊട്ട് അതൊക്കെ പൊട്ടെ. എന്താ അമ്മ ക്ഷീണിച്ചു പോയത്? ഡോക്ടറിനൊന്നും കാണിച്ചില്ലേ? ഞാൻ ഡോക്ടറെ കാണിക്കാറില്ല. എന്തെങ്കിലും അസുഖം ഉണ്ടേ ഡോക്ടർ എന്നെ വന്ന് കാണും. എന്നിട്ട് ഡോക്ടർ എന്തു പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞു, മോളെ എനിക്ക് ഷുഗറാ, അതുകൊണ്ട് പിണ്ടിനീര് കുടിക്കണോന്ന്. കുട്ടികളുടെ അച്ഛാ, ഓടിപ്പോയി എന്റെ അമ്മയ്ക്ക് പിണ്ടിനീര് എടുത്തോണ്ട് വാ. ഇവിടെ പിണ്ടി ഇല്ലടി. പിണ്ടിയില്ലെങ്കിൽ നിങ്ങളുടെ നട്ടലുരിയും കൊണ്ട് അമ്മ പിഴിഞ്ഞങ്ങോട്ട് കുടിക്കട്ട്. അതായിരിക്കും നിന്റെ അച്ഛൻ എപ്പോഴും വളർന്ന് നടക്കുന്നത്. അല്ല, എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഇത്രേ നേരം നിന്നിട്ട് ഇപ്പോഴാ എന്നോട് ചോദിക്കുന്നത് എന്തിനാ വിളിച്ചു വരുത്തിയെന്ന്. ആ മോളുടെ പേക്കൂത്ത് നിൽക്കാൻ വേണ്ടി അല്ലയോ അമ്മ ഇങ്ങോട്ട് വിളിച്ചത്? നല്ല അമ്മ അതിനും വലിയ പേക്കൂത്തായിട്ടല്ലയോ ഇങ്ങോട്ട് വന്നത്? ഇവൻ എപ്പോഴും നിന്നോട് ഇങ്ങനെയാണോ? തന്നെ അമ്മ എപ്പോഴും എന്റെ അടുത്ത് ഇങ്ങനെ പറയാറോ? അങ്ങനെയാണ് ഒരു നാരിപൂജ ചെയ്യണം. നാരിപൂജയോ? നാരിപൂജയുടെ പൈസ ആര് കൊടുക്കും? അപ്പം അത് നീ തന്നെ കൊടുക്കണം, എന്നാലേ ഈ പൂജയ്ക്ക് ബലം കാണും. എടി, നിന്നെ പോലെയുള്ള പെണ്ണുങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്നും രാത്രി ആണുങ്ങൾ നൈറ്റാ. പിന്നെ എല്ലാ ദിവസവും എന്റെ ആണുങ്ങൾക്ക് നൈറ്റ് അല്ലേ? എടി, രാത്രി നൈറ്റ് എന്നല്ല, രാത്രി ഡൈറ്റാന്ന്. അതെന്ത്? 7 മണിയാകുമ്പോഴത്തേക്ക് നീയൊക്കെ ടിവിയുടെ മുമ്പിൽ കയറി അങ്ങ് ഇരിക്കുമല്ലോ. പിന്നെ 12 മണിയൊക്കെ ആകുമ്പോഴല്ലോ നീയൊക്കെ ഇളങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് റീടെലികാസ്റ്റൂടെ കണ്ടിട്ടല്ലൂടി നീയൊക്കെ കിടക്കാൻ വരുന്നത്. എടി, നീയൊക്കെ ഇത്രയും സീരിയൽ കാണുന്നു. ഓ, ഇതൊക്കെ കണ്ടപ്പോ ആണുങ്ങളുടെ ഗതി നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്ത് ഗതി? ഞങ്ങളെ അതോ ഗതി. ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന് നല്ലൊരു കൈയടി. ചേട്ടാ, ദേവി എന്തോ ആരാധ്യ സൈന്ധവ. സൈന്ധവ് അറിയാം. എന്താണ് പറ്റിയത് ശരിക്കും? അത് പ്രാക്ടീസ് കുറച്ച് കുറഞ്ഞു പോയാ? സ്കൂളിലൊക്കെ പോണോണ്ടാണോ? അല്ല, പിന്നെ സമയം അധികം കിട്ടിയില്ല. റിഹേഴ്സലിന് സമയം കിട്ടിയില്ല അല്ലേ? കിട്ടിയില്ല അല്ലേ? ഓ, അതല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ നന്നായിട്ട് ബൈ ഹാർട്ട് പഠിക്കുകയും അതുപോലെ തന്നെ നല്ല കൗണ്ടറുകൾ ഒട്ടും വിട്ടുപോകാതെ തന്നെ നമ്മുടെ ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെ പോലെ തന്നെ അവരേലും എനിക്ക് തോന്നുന്നു ഗ്രാൻഡായിട്ടൊക്കെ കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് നീ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാം, കാരണം ഒട്ടും സമയം കിട്ടിയില്ല. പക്ഷേ അത് നമ്മൾ ജനങ്ങളോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കാണുന്നവരോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് നോക്കി ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ അധികം ഒന്നും പറയണ്ട, നിങ്ങൾക്ക് തന്നെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കണം. ഈ സീരിയലിൻ്റെ വേഷം നല്ല കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളുടെ 3 പേരുടെ പ്രകടനം നന്നായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ മോൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, മുണ്ടൊക്കെ കൊടുത്ത് പുള്ളിക്ക് ചോറൊക്കെ കൊടുക്കാണ്ടൊക്കെ നടക്കുന്ന ആളായിരിക്കും. അമ്മായിമ്മയും അതുപോലെ തന്നെ മരുമോളും ഈ പറഞ്ഞ പോലെ നല്ല വലിയ പൊട്ടും വലിയ മറ്റേ ബാക്കിലൊക്കെ ഇങ്ങനെ പൂവൊക്കെ വെച്ച് അടുക്കളയിൽ വീട്ടിൽ നിൽക്കുന്ന കോലമൊക്കെ ഇത് തന്നെ ആയിരിക്കും. അതൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ നന്നായിരുന്നു നിങ്ങളുടെ. ഇയാളൊരു പാവത്താനാണെന്നൊക്കെ ഉള്ളത്. തമാശകൾ കുറഞ്ഞു പോകുന്നുള്ള കാര്യമുള്ളൂ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീര തിരിച്ചു വരും നടത്തണം. ഗംഭീരം കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അതൊക്കെ തന്നെയാണ്. ഒന്നാമത് സബ്ജക്റ്റ് നമ്മൾ ഒത്തിരി കണ്ടു പഴകിയ ഒരു സാധനമായിപ്പോയി ഈ സീരിയൽ. അതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു ഭർത്താവ്, ഒരമ്മ, ഒരു ഭാര്യ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് വന്നു പോയതാണ്. അതൊന്ന്. രണ്ടാമത് പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയത്തക്ക രീതിയിലുള്ള തമാശകളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നിങ്ങളുടെ ഈ സമയക്കുറവും കാര്യം, അത് പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു സമയക്കുറവും എല്ലാം കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മൊത്തത്തിലൊരു പ്രശ്നം വന്നത്. അല്ലാതെ നിങ്ങളുടെ ഭാഗത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങളെല്ലാം ഉള്ളത് നല്ല വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ നമുക്ക് ചിരിക്കാനും പ്രേക്ഷകർക്ക് ചിരിക്കാനും ഉള്ളത് കുറഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. സാരമില്ല, അടുത്ത പ്രാവശ്യം നന്നാക്കണം. നന്നാക്കുന്ന പിള്ളേരാണെന്നറിയാം. അടുത്ത പ്രാവശ്യം നന്നായിട്ട് റിഹേഴ്സലൊക്കെ ചെയ്ത് നല്ലൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും വരിക. ഓക്കെ, ഉറപ്പായിട്ടും. ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ, സീരിയലിന്റെ ആൾക്കാർ കാണണ്ടട്ടാ, ഓടിച്ചിട്ട് തല്ലും. ഇപ്പൊ ഏറ്റവും റേറ്റിംഗ് ഉള്ള കാര്യമാണ് സീരിയല്. പക്ഷെ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ നല്ല ഭാഗങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പൊ കുഴപ്പമില്ല, അത് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടൊക്കെ പെർഫോം ചെയ്ത് പഠിപ്പിച്ച് തന്നത് കൃത്യമായിട്ട് പ്രസന്റ് ചെയ്തു. നല്ല രസമുണ്ട്. ദേവി കറക്റ്റ് സീരിയലിലെ നടി തന്നെ. അമ്മായിയമ്മ കേട്ടാ.
അപ്പോൾ അടുത്തതിൽ നമുക്ക് അടിച്ചു വിളിക്കാം. ഓക്കെ. തുടക്കമൊന്നും മോശമില്ലായിരുന്നു. ആദ്യത്തെ ആ വരവും ആ പൂജയും കാര്യങ്ങളൊക്കെ ആ റീമ്യൂസിക്കും ഒക്കെ കൂടി വന്നപ്പോൾ രസമുണ്ടായിരുന്നു. അത് തന്നെ ഫോളോ ചെയ്ത് അങ്ങ് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ സാരമില്ല, അടുത്ത പ്രാവശ്യം നന്നാക്കിയാൽ മതി. ഇന്ന് എന്തോ ഒരു കറക്റ്റ് ആയില്ല. അതെ, അത്രയും അടുത്തതിൽ നമ്മൾ പൊളിക്കും. അത്രേ ഉള്ളൂ. അല്ല, നമ്മളൊരു താഴ്ച കണ്ടാൽ ആ ഉയരത്തിന്റെ ആ ഒരു വളർച്ച നമുക്ക് മനസ്സിലാവുള്ളൂ. എപ്പോഴും ഹൈയിൽ നിന്നിട്ട് കാര്യമില്ല, ഒരിറക്കം വേണം, എന്നാലേ കയറാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, ഞാൻ തരാതെയായിട്ട് തന്നോ, ധൈര്യം. 3000 രൂപ. 3000 രൂപ. ഞാനും 3000 രൂപ. 6000 രൂപ. ജിൻചേട്ടാ അയച്ചോ അങ്ങോട്ട്. ടോട്ടൽ 10000 രൂപ. കുറവാ അല്ലേ? അടുത്ത പ്രാവശ്യം ഇതിന്റെ 10 ഇരട്ടി വാങ്ങിച്ച് നമ്മൾ 1 ലക്ഷം അടിച്ച് നമ്മൾ ഇവിടെ പൊട്ടിക്കണം ഈ പടക്കം. ഓക്കെ ഓക്കെ, സനുവേട്ടനോടൊക്കെ പറഞ്ഞേനെ. അടുത്ത പ്രാവശ്യം നമ്മൾ കലക്കുന്നു. ഓക്കെ. എവിടെയും പോരും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പൂർവാധി ശക്തിയോടെ തിരിച്ചു വരണം. ഇതിൽ നല്ല സ്കിറ്റുകളും തമാശകളും ഒക്കെ ആയിട്ട്. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.